വാജ്പേയിയുടെ പ്രസംഗങ്ങളുണ്ട് അന്നത്തെ, ഞങ്ങൾ തിരിച്ചു വരും, അപ്പൊ ഞങ്ങൾ ഇത് തീരുമാനിക്കും. അല്ല, വാജ്പേയിക്ക് കവിത എഴുതിയാല് കാക്കി നിക്കറില്ലായിരുന്നു തെറ്റിദ്ധരിക്കരുത് നമ്മള്. പാർലമെന്റ് ആക്രമണം, ഗോധറ കലാപം എന്ന് നമ്മൾ പറഞ്ഞ ആ ട്രെയിൻ കത്തിച്ചത് ഒരു ഇൻസൈഡ് ജോബാണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇലക്ഷൻ കമ്മീഷനകത്തുനിന്ന് രാജിവെച്ച ആൾ എവിടെ ആയിരിക്കും പോകുന്നത്? അയാൾ ബി ജെ പിയിൽ ചേരുക എന്നുള്ളതായിരിക്കും സംഭവിക്കുന്നത്. ആ ബംഗാളിലെ ഹൈക്കോടതിയിൽ നിന്ന് രാജിവെച്ച ആള് ആ മോദിയുടെ കയ്യെ മുത്തം ചെയ്യുന്നത് കാണുന്നു. ബി ജെ പി ശരിക്കും പെട്ടുപോയൊരവസ്ഥയിലാണല്ലോ. ബോണ്ടിനെ കുറിച്ചുള്ള ബോണ്ട് ആർക്കെല്ലാം കിട്ടി എന്നുള്ള ഇൻഫോർമേഷൻ ആൾമോസ്റ്റ് എല്ലാം പുറത്തായി. ഇതിനവർ വളരെയധികം ഭയക്കുന്നുണ്ട്. അതിനെ തുടർന്ന് എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിനെ അവർ അതിജീവിക്കാൻ എന്തും സംഭവിക്കാം, ഏത് തെറ്റായ മാർഗങ്ങളും കടമെടുക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇ ഡിയെ ഉപയോഗിക്കുന്നു. ഇ ഡി ആണോ, ഇ ഡിയും ഇന്ത്യക്കാരും തമ്മിലാണോ മത്സരം എന്നുള്ള രീതിയിലടക്കം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയം മറന്നുപോയതാണോ? ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റൊക്കെ അത്രത്തോളം നമുക്ക് നഷ്ടമായി കഴിഞ്ഞു ഇത്തരം ഒരു രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത്. ഞാനത് നഷ്ടമായി കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് പലതരത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ പലതരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യയെ പറ്റി ഇന്ത്യ പഴയതുപോലെ ഒരു ഇന്ത്യൻ യൂണിയൻ എന്നാണ് നമ്മൾ വാക്കുപയോഗിക്കുന്നത്. പക്ഷെ കേന്ദ്ര ഭരണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. മലയാളത്തിലൊക്കെ നമ്മൾ എഴുതുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നാണ്. യൂണിയൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇല്ല ആൾക്കാർക്ക്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് കൂടുതൽ അധികാരവും ബലവും ഉള്ള കേന്ദ്ര എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യാധിപത്യമുള്ള ഒരാള്, സാമ്രാജ്യത്വത്തിന് പകരമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് വിചാരിക്കുന്ന തരത്തിലാണ് ആളുകളെല്ലാം പെരുമാറുന്നത്. അപ്പൊ ഈ ഫെഡറൽ സ്റ്റേറ്റുകളാണ്, ഇന്ത്യ ഒരു യൂണിയനാണ് എന്നൊക്കെ പറഞ്ഞാല് ആൾക്കാർക്ക് അപ്പോഴും അങ്ങനെ ഒന്നും അനുസരിക്കണ്ട. കേന്ദ്രം പറഞ്ഞാൽ അനുസരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ല, കേന്ദ്രം പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യണം. സുപ്രീം കോടതി ആകപ്പാടെ ഈ സ്റ്റേറ്റും യൂണിയൻ ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തിനകത്തെ ഉണ്ടാകുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ അല്ലയോ എന്ന് പറയാൻ മാത്രം ഇരിക്കേണ്ട ഒരു ബോഡിയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത വിഷയങ്ങളിലെല്ലാം അവർ ഇടപെടുന്ന കാരണം കൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സകല തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയും എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം വരെ ആ കോടതിയിൽ ചർച്ച ചെയ്യുന്നിടത്ത് എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഗതികേട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് പാസ്സാക്കുന്ന നിയമം സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള വാക്കിനി നമ്മൾ ഉപയോഗിച്ചുകൂടാ. യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയുടെ പൊതു സ്പിരിറ്റിന് പുറത്താണോ അല്ലയോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയാണ് സുപ്രീം കോടതി സമയം ചെലവഴിക്കുക. അത് മാത്രമാണ് അതിനാണ് ഇരിക്കേണ്ടത്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗൈഡ് ലൈൻ കറക്റ്റ് ആക്കുക എന്ന് പറയുന്നതും പുതിയ നിയമങ്ങൾ അത് ഈ സ്പിരിറ്റിന് പുറത്തു പോകാതെ നോക്കുക എന്ന് പറയുന്നതുമായ മേഖലയിൽ അവർ വർക്ക് ചെയ്യേണ്ടതുമാണ്. ആ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് യൂണിയൻ ഗവൺമെന്റ് തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പം എന്തിനാണ് കൊണ്ടുവരുന്നത്? ഫെഡറൽ സ്റ്റേറ്റുകളല്ല എന്ന് പറയാൻ ഒരു പാർട്ടി, കാരണം ഈ ജനാധിപത്യത്തിനകത്ത് ആരും പറയാതെ രൂപപ്പെട്ടതാണ് ഈ മുന്നണി എന്ന് പറയുന്നത്. മൾട്ടി പാർട്ടി കാര്യമുണ്ട്. ഞങ്ങളുടെ വശം കൂടെ കേട്ട് പറയും, അത് ഞങ്ങളുമായി ചർച്ച ചെയ്തുണ്ടായാൽ മതി എന്ന് ആരും പറയാതെ രൂപപ്പെട്ടതാണ് നമ്മുടെ ഈ മുന്നണി ഭരണം. എന്റെ ആദ്യത്തെ മുന്നണി ഭരണം കേരളത്തിൽ തന്നെയാണ് ഉണ്ടായത്. ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാകുന്നതുകൊണ്ടാണ് അവര് പറയുന്നതും അവരെയും കൂടെ യോജിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാവുന്ന മുന്നണികൾ രൂപപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പൊ അത് ലോക്കലായിട്ട് പോലും മുന്നണികൾ രൂപപ്പെടേണ്ടത്. ഒരു വീടിനകത്ത് 2 പേരുണ്ടാകണമെന്ന് നമ്മൾ പറയുന്ന സ്ഥലമാണത്. ആ 2 പേര് ഉള്ളിടത്തുള്ള യോജിപ്പിന്റെ ജീവിതമാണ് അതാണ്. അല്ലാതെ ഒരാള് പറയുന്നത് അനുസരിക്കുന്ന ഭാര്യയും മക്കളും ആണല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ തിരിച്ചറിയേണ്ടതാണ് ഇതെല്ലാം. ഇതൊക്കെ കോൺഗ്രസ് ഭരണം നടക്കുന്ന സമയത്ത് ഞാനിപ്പോഴും ഭരണം എന്നുള്ള വാക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ ഗതികേടാണ് ഇതൊക്കെ.
സേവനവും ക്രമീകരണവുമേ ഉള്ളു എന്ന് ഞാൻ 100 തവണ പറയുമ്പോഴും നമുക്ക് ഈ ഭാഷയ്ക്കകത്ത് ഈ വാക്കുകളൊക്കെ ഉള്ളു. ഭരണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഭരണം രാജാവിൻ്റെതാണെന്നും ജനാധിപത്യത്തിൽ ഭരണമില്ലെന്നും ഒക്കെ അറിയേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ക്രമീകരണമാണ്, ഗവേണിംഗ് ആണ്, റൂളിംഗ് അല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന്റെ സ്പിരിറ്റിനോടൊത്ത് നമ്മൾ ജീവിക്കുകയും പറയുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ വികാസത്തിന് വേണ്ടിയാണ്, അതാണ് നമ്മുടെ ദിശ. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അതിന് നേരെ വിരുദ്ധമായിട്ടാണ് എല്ലാ പണികളും അങ്ങോട്ട് നടന്നത്. ഈ കോൺഗ്രസിനെതിരെ തന്നെ എല്ലാ നാട്ടിനകത്തും ലോക്കൽ പാർട്ടികൾ രൂപപ്പെട്ടത് അങ്ങനെയാണ്. കാരണം ഈ റെപ്രസെന്റേഷൻ നടക്കുന്നില്ല എന്ന് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ DMK ഒക്കെ ഉണ്ടാകുന്നതും ഒക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഈ പ്രാദേശിക പാർട്ടികൾ ആയിട്ട് അതിനെ നിൽക്കാൻ, അതൊരു സ്റ്റേറ്റിനകത്തെങ്കിലും നിൽക്കേണ്ടതുണ്ട്. അത് തന്നെ ഫെഡറൽ സ്റ്റേറ്റ് ആണ്, അവരുടെ യൂണിയൻ ആണ് എന്ന് തിരിച്ചറിയുന്ന നിലവാരത്തിൽ വികസിക്കുന്നതിനും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട ബോഡികളിലൂടെ ലോക്കലായ ഭരണങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കുന്നിടത്തേക്ക് നമ്മൾ പോയത്. ഇതിനെല്ലാം വിരുദ്ധമായിട്ടുള്ളൊരു സങ്കല്പമാണ് ഈ അഖണ്ഡ ഭാരതമെന്നും വൺ നേഷൻ വൺ റൂൾ അല്ലെങ്കിൽ വൺ ടാക്സ് എല്ലാം ഈ വൺ എന്ന് പറയുന്ന സാധനത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുക എന്ന് പറയുന്നതാണ് BJP റെപ്രസെന്റേറ്റ് ചെയ്ത് പറയുന്ന സാധനം. അപ്പൊ ഒരു അഭിപ്രായ വ്യത്യാസവും പറയാതെ അനുസരണയോടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കഴിയുക എന്ന് പറയുന്ന യുക്തിക്കകത്തേക്ക് സ്റ്റേറ്റുകളെ മാറ്റുക. ഈ കോൺഗ്രസിന്റെ കാലത്ത് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് കളഞ്ഞില്ലേ? ആ പിരിച്ചുവിട്ടപ്പോ തുടങ്ങിയതാണ് ഈ പ്രശ്നം. നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിരിച്ചുവിടാനായിട്ട് ഒരു കേന്ദ്രം വേണ്ട, യൂണിയനാണ്, യൂണിയൻ ഗവൺമെന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്പിരിറ്റോടെ തന്നെ നിൽക്കേണ്ട ഈ ലോകത്തെ അങ്ങോട്ട് പോകേണ്ട ദിശയെപ്പറ്റി, അതിന് വിരുദ്ധമായ എല്ലാ പ്രവണതകളെയും നമ്മൾ ചെറുക്കുക ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ പ്രശ്നമാണ്, നേഷന്റെ തകർച്ചയായിട്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി അതിനെ പെയിന്റ് ചെയ്തത്. അതേ സമയത്ത് അമിതാധികാരം ഉപയോഗിക്കുന്നതിനെതിരെ നടക്കുന്ന അന്ന് JP ആയിരുന്നു ആ സമരം നേതൃത്വം കൊടുത്തത്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അടുത്ത ഇലക്ഷന് അവര് തോക്കുക തന്നെ ചെയ്തത്. അപ്പൊ അതിനകത്തൊക്കെ ജനങ്ങൾക്ക് അങ്ങനത്തെ ഭരണം ആവശ്യമില്ല എന്നും ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണമല്ല വേണ്ടതെന്നൊക്കെ എല്ലാം നമ്മൾ പഠിച്ചതല്ലേ. അതിനുശേഷമാണല്ലോ ത്രിതല പഞ്ചായത്തൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായി. അത് പഴയ ഖാപ്പ് പഞ്ചായത്ത് അല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും തെരഞ്ഞെടുപ്പിനകത്ത് ആളുകള് പൗരരായി മാറേണ്ട പ്രോസസ്സിനകത്ത് വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ടെന്നും വിദ്യാഭ്യാസ മേഖലകളെ എങ്ങനെ നവീകരിക്കണമെന്ന് പറയുന്നത് ഒക്കെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ പറയുന്ന സമയത്തൊക്കെ ഞാൻ ഈ ജനാധിപത്യം വികസിപ്പിക്കുന്നതിനെ പറ്റിയും അതിനുവേണ്ടി വിദ്യാഭ്യാസം എങ്ങനെ മാറ്റണമെന്ന് പറയുന്നത് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം ഇന്നിപ്പം നമ്മൾ രണ്ടുപേർക്കും കൂടെ അങ്ങനത്തെ ഒരു വിഷയം തന്നെ പറയാൻ പറ്റാതെ ആയി പോയി. അതാണ് സ്ഥലം. കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. സകല കോടതിക്കകത്ത് പണ്ടേ തൊട്ട് കുറച്ച് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും അവരെ മാറ്റണമെന്നും സംവരണത്തിനകത്തൂടെ ആളുകളെ റെപ്രസെന്റേഷൻസ് ഉണ്ടാക്കിയെടുക്കണമെന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള വിഷയങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. ഇന്നിപ്പോ നമുക്ക് അതൊന്നും സംസാരിക്കാൻ, കോടതിക്കകത്തുനിന്ന് രാജിവെച്ചവൻ നേരെ BJP ചേരുകയല്ലേ ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷനകത്തുനിന്ന് രാജിവെച്ചവൻ നേരെ BJP ചേരുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഷോക്ക് അടിച്ചിട്ട് ഇത് എന്താ ഇനി എന്തോ ഈ പറയുന്നത്? എന്ത് ജനാധിപത്യത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അതുകൊണ്ട് അവര് നിയമങ്ങൾ അനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതിനകത്തൊക്കെ ഇന്നും ചില പഴുതുകൾ കിടക്കുന്നിടത്തൂടെ വരുന്ന ന്യൂസ് മാത്രമാണ്. ഇപ്പൊ പുൽവാമയിലുണ്ടാക്കിയ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്ലാൻ ചെയ്തതാണെന്ന് അറിയുന്ന ആളാ ഞാൻ. അതിനകത്തൊന്നും നമുക്ക് 2 തവണ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഇതുവരെ ഒരു വിഷയം അതിന് മേലെ ഒരു അന്വേഷണമോ കാര്യമോ ഒരു റിപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അതൊക്കെ അത്രയും വലിയ 40 അവരുടെ ഏറ്റവും വലിയ സാധനമാണല്ലോ സൈനികർ എന്ന് പറഞ്ഞ്. ഈ സൈനികർ ചത്തിട്ട് അന്വേഷണം ഇല്ലാതിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പൊ എത്ര വർഷമായി? ആ സമയത്താണ് അവര് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ബോണ്ട് വാങ്ങുന്നത്.
അതൊക്കെ നമുക്ക് ഇപ്പൊ കാണുന്ന ഈ തെളിവുകളൊന്നും ഇല്ലാതിരിക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊരു ഇൻസൈഡ് ജോബാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അന്നത്തെ സർജിക്കൽ സ്ട്രൈക്ക് പോലും അങ്ങനെ ഉണ്ടായതാണെന്നും അവിടെ ഒരു പുല്ലും ചെയ്തിട്ടില്ലായിരുന്നെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് മുഴുവനും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുവെച്ചാൽ എന്താണ് പാർലമെന്റ് ആക്രമണം, ഇത് മുഴുവൻ ഇതുപോലെ പ്ലാൻ ചെയ്തുണ്ടാക്കിയതായിരുന്നു എന്നുള്ള അന്ന് നമുക്ക് കാണാവുന്ന കാര്യങ്ങളായിരുന്നു. ഈ ഗോധറ കലാപം എന്ന് നമ്മൾ പറഞ്ഞ ആ ട്രെയിൻ കത്തിച്ചത് ഒരു ഇൻസൈഡ് ജോബാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാര്യം പുറത്തുനിന്ന് ഒരു തീയും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് അന്നത്തെ ഫോറൻസിക് റിപ്പോർട്ടിലുള്ളതാണ്. ഇതെല്ലാം നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അത് മുഴുവൻ മെത്തോഡിക്കലായി ഡിസ്ട്രോയ് ചെയ്ത് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാളിപ്പോ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ത് അത്ഭുതമേ അല്ല, അതെനിക്ക് പ്രതീക്ഷിതമാണ്. അങ്ങനെയാണത് മനസ്സിലാകുന്നത്. പ്രതീക്ഷിതമാണ് ഇതല്ല, അത് ബ്രേക്ക് ഡൗൺ ആണ്. അവര് എമർജൻസി ഡിക്ലെയർ ചെയ്താൽ ഇന്ദിരാഗാന്ധിക്ക് വന്ന തെറ്റ് വരാതെ എങ്ങനെയാണ് നിയമത്തിനകത്തൂടെ ഓരോന്നും ചെയ്ത് നിയമപരമായി എങ്ങനെയാണ് ഈ എമർജൻസി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിയമം UAPA ഉപയോഗിക്കുക. ഇപ്പൊ ഈ പറയുന്ന CBIയെയും IT ഡിപ്പാർട്ട്മെന്റിനെയും EDയെയും ഇതെല്ലാം ഇത് സൂക്ഷ്മമായി നേരത്തെ ഉണ്ടായിരുന്ന അമിതാധികാര പ്രവണതയുള്ള കോൺഗ്രസിന്റെ വിഭാഗങ്ങളിലെല്ലാം ആരംഭിച്ചതാണ് ഇതെല്ലാം. അതിനെതിരെ ചെറുത്ത് നിൽക്കുന്നത് അവരെപ്പോഴും നിയമമൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞിട്ടൊന്നും ചെയ്യാനായിട്ട് തയ്യാറായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ മതം പറഞ്ഞുണ്ടാക്കിയ, അതുകൊണ്ടാണ് മോദി കണ്ണു അടച്ചിട്ടില്ലയോ അമ്പലവും പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത്. പള്ളിയല്ലേ അമ്പലം ഉണ്ടാക്കുന്നതിനകത്ത് പോയി നിന്ന് ഈ അവൻ തന്നെ കയറി ഇരുന്ന് എന്താണ് പൂജാരിയാകുക എന്നൊക്കെ പറയുന്നതൊക്കെ അതിന്റെ അവരുടെ നിയമം അനുസരിച്ചിട്ട് പോലും അത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങ് ചെയ്യുമല്ലേ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. വേഷം മാറി പെണ്ണിന്റെ വേഷവും ധരിച്ച് മയിൽപ്പീലിയും പിടിച്ച് വെള്ളത്തിനകത്ത് ഇറങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ തരത്തിലുള്ള സാധനങ്ങൾ ചെയ്ത് അങ്ങ് മുന്നേറുക. ഒരു കാര്യം നമുക്കൊരു ഡിസ്കഷന് സാധ്യതയല്ലല്ലോ. ഇനിയിപ്പോ ഞാൻ പറയാം BJPക്കാർക്ക് ഇനി വേറെ എന്താണ്, ഇനി അവർക്ക് തിരിച്ചു വരാൻ അവർക്കും ഇല്ല. കൺഫ്രണ്ടേഷന്റെ ലോകമാണ് ഇതുകൊണ്ട്. ഇനി അവർക്ക് ജനാധിപത്യത്തിനെ അവർക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് അവർക്ക് പെരുമാറാൻ ഇനിയും പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്കും കഴിയില്ല. ഞാൻ ഇതുകൊണ്ടാണ് എനിക്ക് ഇന്ത്യൻ യൂണിയൻ ഇനി നിലനിൽക്കത്തില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ സൗത്ത് ഇന്ത്യയെങ്കിലും മാറി നിൽക്കണം എന്നൊക്കെ പറയുന്ന തരത്തിൽ പറയുന്ന കാര്യം. അതുകൊണ്ട് ഇപ്പൊ ഇനിയും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ന്യായ അന്യായങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാ? അവര് മുൻകൈ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചെന്ന് കാണാനും പറ്റുന്നുണ്ട്. തെളിവുണ്ടായി എന്നുള്ളതല്ലാതെ അത്ഭുതകരമായിട്ട് അതിനകത്ത് എന്താണ്? ഇനി PM കെയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയല്ലോ, ഒരു അക്കൗണ്ടും ഇല്ലാതിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പെറൻസിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന സകല സാധനവും അവരെടുത്ത് മാറ്റിയില്ലേ? പല്ലില്ലാത്ത ഒരു നിയമമായിട്ട് അതിനെ മാറ്റി കഴിഞ്ഞിട്ടില്ലേ? നമ്മൾ മറ്റേ എന്താണ് വിവരാവകാശം ഭയങ്കര ടൂളായിട്ട് നമ്മൾ കൊണ്ടുവന്നതല്ലേ. അതിനകത്ത് അത് ഗവൺമെന്റിന്റെ ചില കാര്യങ്ങൾ തിരക്കാനൊക്കത്തില്ലെന്നാണ് ഒരു പിന്നെ അമെന്റ്മെന്റ് വന്നിരുത്തി മുഴുവൻ ചെയ്ത് കഴിഞ്ഞില്ലേ. നീ എന്തോ ഈ പറയുന്നേ? ഇയാൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും അത്ഭുതം കൂറി ഷോക്ക് അടിച്ചിരിക്കാൻ, എനിക്ക് ഷോക്ക് അടിക്കാനൊന്നും വെക്കുന്ന എന്നേ കഴിഞ്ഞു പോയി, മരവിച്ചു പോയ ലോകത്താ ഞാനുള്ള. കോടതിയിൽ നിന്ന് ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ മിനിമം നീതിബോധത്തോടുകൂടി ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞാലും മിനിമം മര്യാദ, ഞാൻ പറയുന്നത് സുപ്രീം കോടതിയിലെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും 1-2 പേര് ഇരിപ്പുണ്ട് എന്നുള്ളതല്ലാതെ അത് തന്നെ അടുത്ത ഒരു ഭരണത്തിനകത്ത് അതും കാണത്തില്ല. ഇന്ന് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു വിധിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധനമോ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ സുപ്രീം കോടതിയിൽ ഒരു വിശ്വാസവും പഴയ വിശ്വാസം എന്ന് പറയുന്ന വാക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് ഞാൻ ഈ രാമജന്മഭൂമി കണ്ടതാ. 7-അംഗ ബെഞ്ചിരുന്ന് ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് സഹിതമുള്ള ആളല്ലേ, അവര് അതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാല് എങ്ങോട്ടാണ് ദിശയെന്ന് നമുക്ക് കാണാം. ഇത് അതുകൊണ്ടാണ് ആ നിലവാരത്തിലില്ല. അതേപോലെ തന്നെയായിരുന്നു ആ സ്റ്റേറ്റ്ഹുഡ് എടുത്ത് കളഞ്ഞ് കാശ്മീർ ഉണ്ടാക്കുമ്പോൾ അവര് അതിന്റെ മേളിലെടുത്ത് ഈ 2 നിലപാട് കൊണ്ട് തന്നെ ഞാൻ ഇനിയും
ഈ ഇലക്ട്രൽ ബോണ്ട് കണ്ടിട്ട് കൊതിക്കത്തൊന്നുമില്ല. സുപ്രീം കോടതി വീണ്ടും തിരിച്ചു വന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അത് ഈ കേജ്രിവാളിന് കോടതിയിലെ ചെന്ന് ജാമ്യം കിട്ടാതിരിക്കുന്നതിനുണ്ടാക്കി എല്ലാ സിസ്റ്റവും അവർ ചെയ്തു കഴിഞ്ഞില്ലേ. സുപ്രീം കോടതിയിൽ പോയാലേ നീതി കിട്ടത്തുള്ളൂ എന്ന് അനുഭവിക്കുന്ന നിലവാരത്തിൽ അവിടുത്തെ ഹൈക്കോടതികൾ മുഴുവൻ മാറിക്കഴിഞ്ഞിട്ടില്ലേ. ഇനി ആകെപ്പാട് അതേ പറഞ്ഞില്ലേ, 1-2 ജഡ്ജിമാര് സുപ്രീം കോടതിയിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് മാത്രമേ അവിടെ തെളിവുള്ളൂ, അല്ലാതെ വേറെ തെളിവൊന്നുമില്ല. അവരുടെ കാലാവധി എന്ന് പറയുന്നത് ഇനി 1 വർഷമോ 2 വർഷമോ ആയിരിക്കുമല്ലോ ഉള്ളത്. അതുകൊണ്ടുണ്ടാകുന്ന അസൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബിജെപിക്ക്. ഇനി ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തുനിന്ന് ഒരു ഇലക്ഷൻ കമ്മീഷനകത്തുനിന്ന്, ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിച്ച ആള് ആരാണ് നമ്മൾ കണ്ടതല്ലേ. ഇനി ഇലക്ഷൻ കമ്മീഷനകത്തുനിന്ന് രാജിവെച്ച ആൾ എവിടെ ആയിരിക്കും പോകുന്നത്? അയാൾ ബിജെപിയിൽ ചേരുക എന്നുള്ളതായിരിക്കും സംഭവിക്കുന്നത്. ആ ബംഗാളിലെ ഹൈക്കോടതിയിൽ നിന്ന് രാജിവെച്ച ആള് ആ മോദിയുടെ കയ്യെ മുത്തം ചെയ്യുന്നത് കാണുന്നു. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഇതൊക്കെ? അതുകൊണ്ട് ഇനി എന്തോ ഇനി പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിയമവും നീതിയും നടക്കുമെന്ന്. ഇനി എലക്ഷൻ നടക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ നടക്കും എന്നുള്ള കാര്യം എനിക്കിപ്പോ ഞാനൊരു കണിയാനെന്നല്ലല്ലോ, കണിയാനെന്നുള്ള വാക്ക് അപമാനകരമാണെന്ന് ഇന്നാളൊരിക്കൽ ആരോ പറഞ്ഞത് ശരി. ജോത്സ്യനല്ലല്ലോ, പ്രവചിക്കാൻ. ഞാന് അങ്ങനെ പ്രവചിക്കാനൊന്നും കഴിയാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. ആ രാജ്യം അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ആ രാജ്യം അങ്ങനെ തുടരേണ്ട കാര്യം. നമുക്ക് നവീകരിക്കാനൊക്കുന്ന പോയിന്റ് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെല്ലാം സമരം ചെയ്ത് നവീകരണത്തിന് വേണ്ടിയാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. ജനാധിപത്യം വികസിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് രാജ്യം നിലനിർത്തുന്നിടത്ത് ഇനിയും നമുക്ക് സമരം ചെയ്യാൻ പറ്റത്തില്ല. കാരണം സമരങ്ങൾ നിരോധിക്കുന്ന തലങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്തോ ചെയ്യുന്നത്? അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രതീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിൽക്കാനൊക്കത്തില്ല. നമ്മള് ഇലക്ഷന് ജയിച്ചാലും മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ലെന്ന് ഞാൻ പറയും. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ജനാധിപത്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനാകും അവരുടെ ആളുകളാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റിൽ അവരെ തോപ്പിച്ചെന്ന് തന്നെ വെക്ക് ഭരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിനിടയ്ക്ക് പഞ്ചായത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വികസിപ്പിച്ചിട്ടില്ല. ഈ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ബ്യൂറോക്രസിയെ തന്നെ ഉപയോഗിച്ചിട്ട് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരായ രാജാക്കന്മാരും ഭരിക്കാനായിട്ട് അവരുപയോഗിച്ചിരുന്ന സിസ്റ്റം നമ്മൾ അങ്ങനെ തന്നെ ജനാധിപത്യപരമായി ഉപയോഗിക്കാമെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് മാത്രം പറയുന്നത്. എനിക്ക് അതിനകത്ത് ഇന്ന് സംശയമില്ലാത്ത തരത്തിൽ ആ വിഷയം അറിയുന്ന ആളാണ്. അത് ആയുധങ്ങൾ ഭരിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണത്. അതിനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരണകൂടം എന്ന് പറയുന്നത്. ഭരണകൂടം എന്ന് പറയുന്നത് ഈ സിസ്റ്റമാണ്. ആ സിസ്റ്റം അഴിച്ചു പണിയാതെ എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടാക്കുന്നത്? അതങ്ങനെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് നമ്മൾക്ക് വന്ന പരാതി. ഈ പഞ്ചായത്ത് രാജൊക്കെ ഉണ്ടായി അത് വളരെയധികം വികസിക്കുകയും ഫെഡറൽ സ്റ്റേറ്റുകളായി മാറുകയും ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് ആയി അതിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്ന പ്രോസസ്സുകളാണ് നടക്കേണ്ടത്. അതിനു പകരം ഏകകക്ഷി ഭരണം, ഒറ്റ എലക്ഷൻ, എല്ലാം ഒറ്റ എന്ന് പറയുന്ന ആശയമാണ് ശരി എന്ന് ബോധ്യമാക്കുന്ന നിലവാരത്തിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാധനമാണിത്. മോദിക്ക് പകരം ആരും ഇല്ലെന്ന്. മോദി ഒരു കുറ്റിച്ചൂലാണ്. അതിന് പകരം ഏത് കഴുതയെ നിർത്തിയാലും ഒരു കുഴപ്പമില്ല. കാരണം അങ്ങനെ അയാളുടെ എന്താണ് വിഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണോ ഈ ആധുനിക ജനാധിപത്യത്തിനകത്തെ ഭരണമല്ല ക്രമീകരണം? ഒന്നുമല്ല. ഒരു കാര്യം അറിഞ്ഞുകൂടാത്തവൻ, ഒരു അക്ഷരം പറയാൻ അറിഞ്ഞുകൂടാത്തവൻ, ആകെ മറ്റുള്ളവരെ അപമാനിക്കുന്ന വരികൾ പറയാൻ അറിയുന്ന ഒരുത്തൻ മാത്രമാണ്. ഒരു വിഷയവും അറിഞ്ഞുകൂടാത്തവൻ. മറ്റുള്ള ആളുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും അറിയുന്ന ഒരുത്തൻ. ഇത് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ചെയ്ത് ആളുകളെ റയറ്റ് ചെയ്താൽ പ്രൈം മിനിസ്റ്റർ ആകാമെന്നുള്ള തെളിവ് മാത്രമാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അയാൾക്ക് പകരം ആരുമില്ല. എന്തൊരു കാര്യമാണ് ഈ ഊതിപ്പെരുപ്പിച്ചത്. ഞാൻ
എന്താണ് സിനിമാ നടന്മാരില്ലെന്നുണ്ടെങ്കിൽ പിന്നെ സൂപ്പർ നായകൻ ഇല്ലെന്നുണ്ടെങ്കിൽ സിനിമ വിജയിക്കത്തില്ലെന്ന് പറയുന്ന പോലെയാണ്. എത്ര സിനിമകൾ ദിവസവും വിജയിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ഈ മേഖലകളിനകത്ത് ഒരു ഡിസ്കഷൻ നടക്കാതെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മാത്രമാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഞാൻ ഇനി ഒരു ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. കാരണം ഇന്ന് അത് ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ മറ്റേതങ്ങനല്ലായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നതുകൊണ്ട് അത് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിനെ, അതിനെ അഴിച്ചു പണിയുന്നതിനെ പറ്റിയായിരുന്നു നമ്മളിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് അസാധ്യമാക്കുന്ന അത്രത്തോളം അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ആ അന്ന എന്ന് പറഞ്ഞ അന്ന ഹസാരെ എന്ന് പറഞ്ഞ അങ്ങനെ കുറെ നാളായിട്ട് അക്ഷരം മിണ്ടിയിട്ടില്ല, ഇപ്പം മിണ്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്നിട്ട് അയാളുടെ കർമ്മഫലമാണ് RSS ആണ്. അത് ഈ കേജ്രിവാളും എല്ലാം കൂടെ അന്നത്തെ മൂവ്മെന്റിനകത്ത് ഈ രൂപപ്പെടുന്ന സമയത്ത് ഒരു അര RSS ആയിരുന്ന ആളുകൾ തന്നെയാണ് അത് മുഴുവനും. ഏതോ തരത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി അഴിമതിക്ക് വിരുദ്ധമായി നിൽക്കണമെന്ന് പറയുന്നതുകൊണ്ട് കുറച്ചു പേര് ആ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആൾക്കാരും കൂടെ അതിനകത്ത് ചെന്ന് പെട്ടു എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ജനാധിപത്യത്തിൻ്റെതായ ഒരു സ്വരം അതിനകത്ത്. പക്ഷെ ഈ അന്നാ ഹസാരെ എന്ന് പറയുന്നതിനെ കാണുമ്പോഴൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ടായിരുന്നു. അയാള് ജീവിക്കുന്ന ആ ഗ്രാമം എന്ന് പറയുന്നത് ജാതി കൊണ്ട് മൂടി, അതിൻ്റെ അകത്ത് അയാളല്ലാതെ വേറൊരാള് പറയാൻ ഞാൻ ഒരു കാര്യവും നടക്കത്തില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ അന്വേഷിച്ചപ്പോൾ തിരിച്ചറിഞ്ഞതാ. അത് കാരണം കൊണ്ട് അത് അപകടകരമാണെന്ന് അന്നേ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അതിനകത്ത് പോയി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണുന്നുണ്ട്. പക്ഷെ അഴിമതിക്കെതിരെ ഒരു സമരം നടക്കേണ്ട ആവശ്യവും സത്യത്തിലുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആളുകളെല്ലാം അന്ന് ഏതെങ്കിലും നിലവാരത്തിൽ അഴിമതി വിരുദ്ധമായ നിലപാടെടുത്തവരെല്ലാവരും അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനാധിപത്യം ആ സംഘടനയ്ക്കകത്തും ഇല്ലാതിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടാണ് ആരും അതിനകത്ത് പിന്നെ ആ സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാകാതിരുന്നത്. കേജ്രിവാൾ എന്ന് പറയുന്ന ഒരാൾ മാത്രമായിട്ട് മാറുകയും അതിനകത്ത് ജനാധിപത്യം ഇല്ലാതായി പോവുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഇതൊരു ബദലല്ല എന്ന് കാണുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ കഴിയാതെ പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അയാള് ഇലക്ഷന് ജയിച്ചപ്പോൾ കുറച്ച് ജനാധിപത്യപരമായി പെരുമാറാവുന്ന ജനകീയമായ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ച് അന്ന് മോദി വിരുദ്ധമായ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ അയാൾ ചെയ്തായിരുന്നു. ആ ചെയ്യുന്ന സ്ഥലത്ത് സപ്പോർട്ടായിട്ട് അന്ന് മമത വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് മോദിക്കെതിരായിട്ട് ഒത്തിരി കാര്യങ്ങൾ വരും. പക്ഷെ ഭരിക്കാൻ പറ്റാതാക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അയാൾക്ക് കിട്ടിയതെന്നുള്ളത്, അവിടെ ലഫ്റ്റനന്റ് ഗവർണറാണ് യഥാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പം അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാതെ അവരുടെ സപ്പോർട്ട് നിലനിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് മോദി വിമർശനം ഓഫ് ചെയ്ത് ഒരു അവിടുത്തെ എന്താണ് ഹിന്ദുത്വത്തിന്റെ സാധനമൊക്കെ പറയുകയും ഹനുമാനെ കാണാൻ പോണെന്ന് രാമക്ഷേത്രത്തിലായിട്ട് ഫ്രീ ആയിട്ട് ബസ് ഇടുക പറയുന്ന നിലവാരത്തിലൊക്കെ പറഞ്ഞിരുന്ന പാർട്ടിയാണല്ലോ. അതുകൊണ്ട് അതൊക്കെ BJPയുടെ B ടീമാണെന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിൽ നിന്നിരുന്ന ഒരു സ്ഥലം അതിനകത്തുണ്ട്. അതിലൊന്നും നമുക്ക് കൺഫ്യൂഷനൊന്നും നമുക്ക് ആർക്കും ഇല്ല. അല്ലാതെ AAP വന്നാൽ കാര്യം നേരെയാവുന്ന തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതേ സമയത്ത് അഴിമതി വിരുദ്ധ നിലപാട് തന്നെ BJPക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അതുപോലും അവർക്ക് പറ്റത്തില്ല. അപ്പൊ ആ നിലവാരത്തിൽ AAP വളരരുത് എന്ന് കാണുന്ന സ്ഥലമുണ്ട്. അവർ പോയിട്ട് പഞ്ചാബിൽ ജയിക്കും എന്ന് വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രശ്നമായിട്ട് മാറിയത്. ഇപ്പൊ അവര് ഡൽഹി മാത്രമായിട്ട് നിൽക്കുവാണെങ്കിൽ മറ്റുള്ള ഒരു ലോക്കൽ ഗവൺമെന്റ് പോലെ അതിന് നിന്നോളും, ശല്യമില്ല. പക്ഷെ അവര് ഗോവയിലും ഒക്കെ പോയി ഗുജറാത്തിലും ഒക്കെ പോയി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു പ്രശ്നമാണെന്ന് BJPക്കാർ അനുഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. അപ്പോഴാണ് അയാളെ കൊടുക്കണം എന്ന് അവർ തീരുമാനിക്കുന്ന സ്ഥലം ഉണ്ടാകുന്നത്. അതിന് എത്രയോ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാ. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലൂടെ കയറിയപ്പോ അതും വലിയൊരു വിഷയമായിട്ടുണ്ടാവണം അവർക്ക്. അതാ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാനായിട്ട് പോയവര് ആളുകളെ തമ്മിൽ അതിനകത്ത് മുൻകൈ എടുത്തവരത്തിനാണ് നിതീഷ്. അയാളെ പിടിച്ച് അങ്ങനെ കിട്ടാതെ വരുന്ന ഒരു വിഭാഗമായി ആ മമതയും ഇയാളും നിൽക്കുന്നതാണ്. ഇവരെ രണ്ടുപേരെ ആ നിലവാരത്തിൽ ഒതുക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഈ സ്റ്റേറ്റുകളെ എങ്ങനെ തകർക്കാൻ കഴിയും എന്നുള്ളതിന്റെ റിസർച്ചിലാണ് അവരുള്ളത്. അതിനാണ് ഏറ്റവും ദുർബലനായ എന്നുവെച്ചാൽ ഒരു കൊച്ച് കേന്ദ്രഭരണ പ്രദേശം പോലെ തന്നെ നിൽക്കുന്നതാണ് ഡൽഹി. അല്ലാതെ ഒരു സ്റ്റേറ്റ് കൂടില്ല.
അവിടെ ഇരിക്കുന്ന ആളിനെ ഇലക്ഷന് ജയിച്ചാലും അയാളെ കൈകാര്യം ചെയ്താൽ എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനാണ് അവർ അത് ചെയ്യുന്നത്. ഇപ്പൊ അവിടെ അവർക്ക് അവരുടെ ഭരണത്തിന് അവിടുത്തെ പോലീസ് മുഴുവൻ അവരുടെ കയ്യിലാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങള് ബഹളം വെച്ചാൽ എത്ര വരെ പോകും എന്ന് അസസ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരു എന്താണ് ലാബ് ടെസ്റ്റ് ആണ്. ഇതുകൊണ്ടാണ് ഏറ്റവും ദുർബലപ്പെട്ട ആ സോറനെ പിടിച്ചതും ഇവിടെ ഈ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അയാളെ പിടിച്ചതും. കാരണം മറ്റുള്ളവർക്ക് അവരുടെ കൂടെ ചെന്ന് നിൽക്കാനൊക്കത്തില്ലെന്നറിയാം. അതൊരു പരീക്ഷണമാണ് അവർ ചെയ്യുന്നത്. അവിടുത്തെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് അവർക്ക് അസസ് ചെയ്യേണ്ടത്. അടുത്ത ഇലക്ഷൻ യഥാർത്ഥത്തിൽ നടത്തണോ വേണ്ട എന്ന് പോലും ആലോചിക്കാവുന്ന സ്ഥലമാണ്. ഇപ്പൊ വലിയ കലാപം അങ്ങ് ഉണ്ടാവുകയാണെന്ന് വയ്ക്കും. അതുകൊണ്ട് ഇലക്ഷൻ നടത്താനൊക്കത്തില്ല, മാറ്റി വയ്ക്കും, അവിടെ കിടക്കും. നമ്മളെന്തോ ചെയ്യും? നമ്മൾ ഇലക്ഷൻ ഇയാളെ കൈകാര്യം ചെയ്ത് കളയാമെന്നാണല്ലോ എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുന്നത്. എല്ലായിടും കലാപം ഉണ്ടാക്കുവരും. അതാണ് നമ്മൾ പറഞ്ഞത്. കലാപം ഉണ്ടാക്കുമ്പോൾ ഭരണം നടക്കാൻ അസൗകര്യമായി മാറുമ്പം നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോ നിലനിർത്തുന്ന തരത്തിൽ നിൽക്കണമെന്ന് സുപ്രീം കോടതി പറയാൻ ബാധ്യത വരും. ഇലക്ഷൻ നീക്കി വെക്കും. കാരണം നാടിനകത്ത് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത് ഇലക്ഷൻ ഇല്ലാതായിപ്പോയി. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് നടത്താൻ പറ്റാത്തടത്തേക്ക് കാര്യങ്ങൾ അങ്ങ് നീക്കിയാൽ മതി. അപ്പൊ അവരുടെ വിജയം സുനിശ്ചിതമാക്കുന്നത് വരെ അവരത് ചെയ്യും. അത് മാത്രമാണ് കാണുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് മറച്ചു വെക്കാൻ വേണ്ടി മാത്രം, ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി, എന്നിട്ട് വേണ്ട ജനാധിപത്യം തുടരാൻ പോവുകയാണെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണല്ലോ അത്. ഈ മറച്ചു വെക്കുന്ന യുക്തിയൊക്കെ എന്നേ അവർ വിട്ട് അവര് ബ്ലേറ്റന്റ് ആയിട്ടെന്ന്, ഇംഗ്ലീഷിൽ ബ്ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രകടമായി ജാതിയും മതവും ചെയ്യുന്ന ആളായിട്ട് ഈ പ്രധാനമന്ത്രി മാറിയില്ലേ, ഇനി എന്താണ് പറയാനെ? അയാള് പൂജാരിയായി ഇരുന്ന് കഴിഞ്ഞില്ലേ? ഇനി എന്തെന്നാണ് നിങ്ങൾ രഹസ്യമായി പണ്ട് രാമായണം മഹാഭാരതമൊക്കെ സീരിയൽ കാണിച്ച് നിങ്ങളുടെ മനസ്സിനെ പിടിക്കാൻ പോവുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ്. മിനിമം മര്യാദ എല്ലാ രാഷ്ട്രീയക്കാരും പുലർത്തുന്നു. മിനിമം മര്യാദ വേണ്ട. ഇയാൾ ഈ മിനിമം മര്യാദ എന്ന് ഇയാൾ പറയുന്ന എന്തുവാണ്? ഇത് ആരോടായി പറയുന്നേ? മോദിയോടാ? ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് അവിടെ നിന്ന് പ്രൈം മിനിസ്റ്റർ ആകാൻ കണ്ടുപിടിച്ചതിനെ തന്നെ അത് മുഴുവനും കോടതികളിൽ മുഴുവനും കിടന്ന് ചർച്ച ചെയ്ത് ക്ലീൻ ചിറ്റുമായിട്ട് പുറത്തു വന്ന പാർട്ടി അല്ലയോ ആരാണ്ടെന്നാണ്. ഇംപീച്ച് ചെയ്ത് എന്താണ് ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഇല്ല. ഒരു വിഭാഗം ജനങ്ങളെ ഹിന്ദുക്കളാക്കി മാറ്റി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ആകെ ഉള്ള വിജയത്തിന്റെ കാതിൽ. വേറെ എന്താ ഉള്ളത്? നോട്ട് നിരോധനം എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി അവന്മാർ മിണ്ടുന്നുണ്ടോ? ഭയങ്കര സാധനമാണ്. എന്നെ കത്തിച്ചോ എന്ന് പറഞ്ഞാൽ അവനെ കത്തിക്കേണ്ടതല്ലായിരുന്നോ? 50 ദിവസം കഴിഞ്ഞ് കത്തിച്ചോ എന്നാ പറയുന്നത്. ഒരു വരിയില്ലല്ലോ. എന്താണ് ചെയ്തത്? BJPക്ക് മാത്രം പണം ഉണ്ടാകുകയും ബാക്കിയുള്ളവർക്ക് ആർക്കും പണമില്ലാതാകുകയും ചെയ്തതാണ് അത്. അടുത്ത ഇലക്ഷന് വന്ന് ആര് ജയിച്ചു, 2 പേരെ ജയിച്ചുള്ളെങ്കിലും അവർ ഭരിക്കും, എല്ലാവരും വാങ്ങും. അത് കഴിഞ്ഞ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെ ദുർബലപ്പെടുത്തുന്ന സകല പണിയും ചെയ്തിട്ടില്ലേ? ഇത് കേരളത്തിനകത്ത് വന്നിട്ട് പിണറായി തൊട്ടുള്ള സകല ആൾക്കാര് സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്ത് കേരളത്തിന്റെ ജനത കൂടില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് മാത്രമാണ്. മറ്റുള്ളവരെ ഇന്ന് അവർക്ക് പിടിക്കാൻ പറ്റും. കേരളത്തിനകത്ത് വളരെ നീണ്ട കാലത്തെ ജനാധിപത്യ സമരങ്ങളും ജനാധിപത്യപരമായ ബോധരൂപീകരണവും താരതമ്യേന, ഞാൻ അങ്ങ് ഭയങ്കരമാണെന്നൊന്നും പറയാനൊന്നുമല്ല, അങ്ങനൊന്നും തെറ്റിദ്ധാരണയൊന്നും ഇല്ല. അവിടെ ഒരു വലിയ വിഭാഗം ജാതീയമായി ചിന്തിച്ച് മറ്റു മനുഷ്യരെ കീഴ്പ്പെടുത്തി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം അവിടെ നിശബ്ദമായിരിക്കുകയാണ്. അങ്ങനെ നിശബ്ദമായ കേരളം മാത്രമാണ് കേരളവും അല്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും നിശബ്ദമായിരിക്കുന്ന വിഭാഗമുണ്ട്. അവർക്ക് ബലം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് BJP വികസിക്കാത്തത്. ഇത് വടക്കേന്ത്യ അങ്ങനെ അവർക്ക് അങ്ങനെ പറയേണ്ട പെരുമാറേണ്ട കാര്യമേ ഇല്ല.
അത് അവിടുത്തെ ജനാധിപത്യപരമായിട്ട് അവിടുത്തെ വിദ്യാഭ്യാസം സ്കൂളിനകത്തൂടൊക്കെ ഏതെങ്കിലും നിലവാരത്തിൽ ഒരു ഇന്ത്യക്കാരനെ സൃഷ്ടിക്കുന്ന ഒരു പണിയും നടന്നിട്ടില്ലാത്ത ഒരു വടക്കേ ഇന്ത്യ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതങ്ങനെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയത്. ഉണ്ടാക്കി ഇന്ന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണെന്നുള്ള വിചാരം എനിക്കില്ല. കാരണം അത് നവീകരിക്കേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയാതെ പോയി. സുപ്രീം കോടതി സുപ്രീം അല്ലാതാകേണ്ടതുണ്ട്. സുപ്രീം കോടതി ഒന്നും അല്ല ഉണ്ടാകേണ്ടത്. ആ കോടതിയൊക്കെ രാജാവിന്റെയും കൊളോണിയലൈസേഷന്റെയും പ്രോഡക്റ്റ് ആണിത്. അതൊന്നും തൊട്ടിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് അതിനകത്ത് ഈ ജാതിപരമായിട്ടുള്ള ഒരു തന്നെ അവരുടെ മക്കൾ തന്നെ തുടർന്ന് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതൊക്കെ. അതൊക്കെ നമ്മൾ തൊട്ടിട്ടില്ല. ഈ പട്ടാളത്തിനകത്ത് നമ്മൾ തൊട്ടിട്ടില്ല. ജനാധിപത്യവൽക്കരണത്തിൻ്റെതായ ഒരു മേഖലയും വികസിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞില്ല, ട്രാൻസ്പെയറൻസി ഉണ്ടാകണം എന്ന് പറയുന്ന നിയമം കൊണ്ടുവരിക, മനുഷ്യാവകാശപരമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക, ബാലാവകാശ കമ്മീഷൻ ഉണ്ടാകുക, വിമൻസ് കമ്മീഷൻ ഉണ്ടാകുക. ഇങ്ങനെ ജനാധിപത്യത്തിന് വികാസം ഉണ്ടാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയതായി ഉണ്ടാക്കി പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അഴിച്ചു പണിയേണ്ടതുണ്ട്. അത് ആ അഴിച്ചു പണിയുന്നത് കാലതാമസം വന്നിട്ടുണ്ടെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാലതാമസം വന്നിട്ടുണ്ട്. പഞ്ചായത്തിന് പകരം നിന്നിരുന്ന വില്ലേജ് ഓഫീസ്, തഹസിൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്, ഗവർണർ, ഇത് ഇത്ര എണ്ണം ഇല്ലാതാകേണ്ടതാണ് 70 വർഷം കൊണ്ട്. അത് ഇല്ലാതാകേണ്ട, അത് പാരലൽ ഭരണമാണ്. യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നതിനുള്ള പാരലൽ സംവിധാനമാണ്. അതൊന്നും ഉണ്ടായിക്കൂടാ. അത് ഇല്ലാതാകേണ്ടതുണ്ട്. അത് ഒരു ദിവസം നമുക്ക് ഇല്ലാതാക്കിക്കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ആരംഭിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് അംഗീകരിക്കുന്നത്. പക്ഷെ അത് ജനാധിപത്യവൽക്കരിക്കുമ്പോൾ പകരം ഉണ്ടാകേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകാതെ ഇരുന്നത് കൊണ്ടാണ് ഇന്നിപ്പം നമ്മൾ കാണുന്ന BJP-ക്കാരന് ഈ പണിയെല്ലാം ചെയ്യാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും ജനാധിപത്യവൽക്കരണം നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കുന്ന പണിയാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർ ചെയ്തത്. അതുകൊണ്ട് ഇത് സർപ്രൈസിങ്ങേ അല്ല. നെഹ്റു ഇരുന്ന സമയത്ത് തന്നെ കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതാണ് ചെയ്ത തെറ്റിലെ ആദ്യത്തെ ഒന്ന്. വളരെയധികം ജനാധിപത്യ ബോധം ഉണ്ടായിരുന്ന ഒരാളാണ് നെഹ്റു. പക്ഷെ പാർട്ടിക്കകത്തുനിന്ന് പൊതുവായിട്ട് ഇവരെ പിരിച്ചുവിടണമെന്ന് പറയുന്ന ആവശ്യം വന്നാണ് അത് സംഭവിച്ചു പോയത്. ഒരിക്കലും അത് വന്നു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ഇതുപോലത്തെ ഗവൺമെന്റുകളെ ഇടപെട്ട് അങ്ങനെ പിരിച്ചുവിടുന്നത് സംസ്കാരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും പിന്നീട് ആവർത്തിച്ചുകൂടാത്ത തെറ്റുകളാണ് അതൊക്കെ. എമർജൻസി ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുകൂടാത്ത തെറ്റാണ്. ഇതൊന്നും സംഭവിച്ചുകൂടാത്ത, അതൊക്കെ സംഭവിച്ചതിന്റെ തുടർച്ചയിലാണ് ഈ സാധനങ്ങളെല്ലാം നിൽക്കുന്നത്. നമ്മൾ ആ ലെവലിൽ ജനാധിപത്യ എക്സർസൈസത്തിന് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുന്നതിനകത്തും പൗരബോധ നിർമ്മാണത്തിനും നമുക്ക് കഴിയാതെ പോയി എന്നുള്ളത്. എല്ലാ സ്കൂളിനകത്തും പ്രാർത്ഥനയോടാണ് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അതിനകത്ത് ആകെ ഒരു വരിയാണ് പഠിപ്പിക്കുന്നത്, നമ്മൾ ഇന്ത്യക്കാരാണ്, സഹോദരി സഹോദരമാണ്, ഒരു വരിയാണ് ഉള്ളത്. ബാക്കി മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷനും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആളുകളെ ജോലിക്കാരെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എല്ലാ സ്കൂളും തുറന്നു. ഇങ്ങനെ പരാജയപ്പെട്ടു പോയ ഏരിയകളാണ് അതെല്ലാം. അതിന്റെ പ്രോഡക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഏതെങ്കിലും മോദിയുടെ മാത്രമായിട്ടല്ല, മോദി ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാകത്തില്ല. ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് വികസിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോയി ഫെഡറൽ സ്റ്റേറ്റുകളെ അസർട്ട് ചെയ്യുന്നതിനകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയതിലും ഉണ്ടായതാണ് മോദി. അതുകൊണ്ട് അയാൾ ഇങ്ങനെ നന്നായി ഇനിയും പെരുമാറുമെന്ന് വീണ്ടും ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് നമ്മളെന്ത് പറയാൻ? BJP മുൻകാലങ്ങളിൽ ഭരിക്കുമ്പോഴും ഇപ്പോ നമുക്കറിയാം, വാജ്പേയി മുൻകാലങ്ങൾ BJP അല്ല ഭരിക്കുന്നത്, മുന്നണിയാണ് ഭരിച്ചത്. നിങ്ങൾ അതാണ് ഈ കാണാതെ പോകുന്നത്. മുന്നണി ഭരണങ്ങളാണത്. ഇപ്പൊ പോലും സാങ്കേതികമായ മുന്നണി ഭരണമാണ്. അതുകൊണ്ടാണ് ഒരു 1 നേഷൻ 1 ഭരണം ഇതെല്ലാം വീണ്ടും പറയുന്നേ. മുന്നണി ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ല മുൻകാലത്ത് BJP ഭരിച്ചു എന്ന് പറയാതെ. അല്ല, ഒരു മിനിമം നീതി അവിടെ അവശേഷിച്ചിരുന്നില്ല. മിനിമം നീതി മറ്റുള്ളവരുടെ കൂട്ടായ്മ കൊണ്ടാണെന്ന് BJP-യിൽ ഇല്ലത്.
BJP-യിലില്ല. അത് ഇയാള് എന്താണ് വാജ്പേയി വാജ്പേയിയുടെ പ്രസംഗങ്ങളുണ്ട് അന്നത്തെ, ഞങ്ങള് തിരിച്ചു വരും, അപ്പൊ ഞങ്ങൾ ഇത് തീരുമാനിക്കും. അല്ല, വാജ്പേയിക്ക് കവിത എഴുതിയാല് കാക്കി നിക്കറില്ലായിരുന്നു തെറ്റിദ്ധരിക്കരുത് നമ്മള്. അങ്ങനില്ല. അന്ന് കോൺഗ്രസ് എന്ന് പറയുന്നത് അമിതാധികാര പ്രവണതയോടെ പെരുമാറുമ്പോൾ ഏതവനെയും കൂട്ടുപിടിച്ച് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന യുക്തികളിലാണ് അതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസിനകത്ത് പറഞ്ഞാൽ ഒരു അന്നത്തെ വലിയ പാർട്ടിയായിട്ട് നിന്നിരുന്നതിനകത്ത് ഏറ്റവും മോശപ്പെട്ട വിഭാഗം പതുക്കെ പതുക്കെ ഇങ്ങേപ്പുറത്ത് ഓറിയന്റ് ചെയ്ത് രൂപപ്പെട്ടതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ സമരം ചെയ്തിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് ഏറ്റവും മോശപ്പെട്ട വിഭാഗം ഓറിയന്റ് ചെയ്ത് എത്തുന്നതാണ് നമ്മൾ ഈ ഇന്ന് കാണുന്ന BJP എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനകത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അകത്ത് വി ദ പീപ്പിളിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്ന വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻസ് ആണ് ഈ ഇതിനകത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യക്കകത്ത് നടക്കേണ്ട ഒരു സമരമാണ്. അതിനകത്ത് ആ സമയത്ത് നമുക്കൊരു ജനാധിപത്യവാദികൾക്ക് ഒരു മുൻകൈ കിട്ടി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും അത് തുടർന്നത്. അതിനകത്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അന്ന് നവീകരിക്കേണ്ടത് നടക്കാതെ പോകുന്നതും ഈ കോടതികളിനകത്ത് മുഴുവനും ജാതീയമായ വിഭാഗങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അവരുടെ മക്കളെ കൊണ്ട് തന്നെ അതിനകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതും മണ്ഡൽ കമ്മീഷനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന സമരം ഒന്നും നമ്മൾ മറന്നു പോയിക്കൂടാ. ഇതെല്ലാം അതിന്റെ പ്രോസസ്സാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് വികാസത്തിന് വേണ്ടി രൂപപ്പെട്ട സംവരണം എന്ന് പറയുന്നത് തൊഴിൽ കൊടുക്കുന്ന സാധനമാണ്. റെപ്രസെന്റേഷൻ എന്നുള്ളതല്ല, തൊഴിൽ കൊടുക്കാനാണ് സംവരണം എന്ന് വരുത്തി കളഞ്ഞില്ലേ. ദരിദ്രവാസികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനാണെന്നാണ്. അല്ലാതെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്ന് കാണുന്നില്ല. അപ്പൊ അങ്ങനെ പങ്കാളിത്തത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മേഖലകളെ മുഴുവനും ഭരണത്തിനകത്ത് ചേരാനായിട്ട്, ഭരണത്തിനകത്ത് പങ്കാളിയാകാൻ വേണ്ടിയാണെന്നുള്ള ആശയമേ ഇല്ലാതാക്കി സംവരണം എന്ന് പറഞ്ഞാൽ ദരിദ്രവാസിക്ക് തൊഴിൽ കൊടുക്കുന്ന പണിയാണെന്നും മെറിറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഉള്ള ആശയങ്ങളെല്ലാം പഠിപ്പിച്ചെടുക്കുന്ന സാധനം മുഴുവൻ ചെയ്തില്ലേ. അത് സമരമായി, ഏറ്റവും വലിയ സമരമായിരുന്നു മണ്ഡൽ കമ്മീഷൻ വിരുദ്ധ സമരം. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ഇഞ്ചിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ കീഴ്പോട്ടാ പോയത്. അതിന്റെ പ്രോഡക്റ്റ് ആണ് റയറ്റ് നടത്തിയവൻ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തുടരാൻ. അയാളെ പിരിച്ചുവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അബ്ദുൽ കലാം എന്ന് പറയുന്ന വിദ്വാൻ അവിടെ പോയിട്ട് അയാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി കൊടുക്കുക എന്ന് പറയുന്നതാണ് സംഭവിച്ചത്. അന്ന് വാജ്പേയി വരെ എന്നാണ് നമ്മൾ പറയും. വാജ്പേയി വരെ, വാജ്പേയിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് തോന്നത്തില്ലേ. അത് കുറച്ചുകൂടെ പ്ലാൻഡ് ആണ് അവര്. ഇനി അങ്ങനത്തെ ഒരു ജനാധിപത്യ ബോധം ഇനി BJP-യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്മാരാരും ഇന്ന് ജീവനോട് ഇരിപ്പില്ലെന്നുള്ള കാര്യം അറിയണം. അവരാരും ഇന്ന് അധികാരത്തിൽ ഇരിപ്പില്ലെന്നുള്ള അറിയണം. ഇയാൾ അങ്ങനെയാണ് അത് പോസ് ചെയ്യുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം ഭൂട്ടാനിലേക്ക് ടൂർ പോയത് ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലും അദ്ദേഹം ടൂറിലാണ് ഈ പറയുന്ന മോദി. അല്ലല്ല, അത് ഞാൻ പറഞ്ഞ അയാൾ അവിടെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ സുബ്രഹ്മണ്യ സ്വാമി എന്നൊക്കെ പറയുന്നത് അസല് വിഷമാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് അതിനകത്ത് ജനാധിപത്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്ന ഒരുത്തനാണ്. അല്ലാതെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അയാൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ട് അയാൾ ജീവനോട് ഇരിക്കുന്നില്ലേ എന്നൊക്കെ. അയാളെയാണ് ഭരിക്കാൻ ഏൽപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ അയാൾ ചെയ്യുള്ളൂ. അല്ലാതെ വരുന്നത് തെറ്റായിട്ട് ധരിക്കരുത് നമ്മള്. ആളുകള് അവര് ഇരയിടുന്നത് കണ്ടിട്ട് അതിനകത്ത് ചൂണ്ട ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇടയ്ക്ക് വെച്ചിട്ട് അത് അവര് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ഭക്ഷണം തരുവാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ ഈ പറയുന്നേ. അങ്ങനെ ഒരു സാധനം ഇല്ല. നല്ല രാജാവില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ അറിയേണ്ടതാണ് നല്ല BJP-ക്കാരില്ല എന്നറിയണം. കാരണം അത് മതവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി മതപ്പാർട്ടിയാണ്. അവർക്ക് എങ്ങനെ എല്ലാവർക്കും വേണ്ടി വാദിക്കാൻ പറ്റും? അത് അല്ലാതെ എന്ത് യുക്തിയാണത്? അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ നമുക്ക് ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടി പോലെ അല്ല.
അവരെല്ലാം ജനാധിപത്യത്തിന് വേണ്ടി വരുന്നതാണ്. ഇത് മതം നിർമ്മിക്കണം. പാകിസ്ഥാൻ, അതുകൊണ്ടാണ് അവർക്ക് ബ്രിട്ടീഷുകാരെ പറ്റി അവർ ചർച്ച ചെയ്യുന്നേ ഇല്ലല്ലോ. മുഗളന്മാരെ പറ്റി അവർ ചർച്ച ചെയ്യത്തുള്ളല്ലോ. മുഗളന്മാരാണ് അവസാനത്തെ ഭരണാധികാരികളെന്നും മുഗളന്മാർ വന്ന കാരണം കൊണ്ട് ഇന്ത്യക്ക് തകർച്ച വന്നതെന്നൊക്കെ. മുഗളന്മാർ അവിടുന്ന് എങ്ങും പോയിട്ടേ ഇല്ല. 700 വർഷം അവിടെ ഉണ്ടായിരുന്നവരാണ്. അവരുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ അവിടെ തന്നെയാണ് ഉള്ളത്. എങ്ങും കൊണ്ടുപോയിട്ടില്ല. അല്ല, മംഗോളിയയെ കൊണ്ടുപോയ മുഗളന്മാരെന്ന് പറഞ്ഞാൽ മംഗോളിയൻസ് എന്നാണ് അർത്ഥം. അവന്മാരെ മംഗോളിലേക്ക് ഇത് കൊണ്ടുപോയ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ചരിത്രം മുഴുവനും കള്ളവലിയ അവർ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയ ബ്രിട്ടീഷുകാരാണ്. അവരെ പറ്റിയിട്ട് അക്ഷരം മിണ്ടത്തില്ല അവര്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാണ്. ചരിത്രം മുഗളന്മാർ വരെയുള്ളു. അവരെങ്ങും പോയിട്ടില്ല. അന്നത്തെ രാജാക്കന്മാര് പലതരത്തിലുള്ള മതവിശ്വാസം ഉള്ളവർ ഓരോ രാജ്യത്ത് വന്ന് അവിടെ ജീവിക്കുന്നവരായിട്ട് തുടരുമ്പോഴാണ് അവർ അവിടുത്തെ രാജാക്കന്മാര് മാത്രമാണ്. അല്ലാതെ അവർ വേറെ എങ്ങും അവര് കൊള്ളക്കാരോ കടന്നുകയറ്റക്കാരോ അല്ല മുഗളന്മാർ. അവരിവിടെ ജീവിച്ചവർ തന്നെ. ഇവിടുത്തെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയത് ബ്രിട്ടീഷുകാരാണ്. അതിനെപ്പറ്റി ഒരു അക്ഷരം അവന്മാർ മിണ്ടത്തില്ല. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് അവർ പങ്കുചേർന്നിട്ടില്ലാത്തവരാണ് BJP-ക്കാര്. ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. നമുക്ക് കാണാൻ പറ്റും ഈ ഹിന്ദുത്വ ഭാഗത്ത് നിന്ന് എപ്പോഴും അവർക്ക് സംരക്ഷണം കിട്ടിയിരുന്നത്, അഥവാ അന്നത്തെ ഈ പറയുന്ന ഹിന്ദുത്വ നിയമം മനുസ്മൃതി പേറിയൊക്കെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് പിന്തുണ കൊടുത്തിരുന്നവരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ ജമ്മിത്വ വ്യവസ്ഥയെ പ്രൊട്ടക്ട് ചെയ്ത് വരുന്നവരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർ എങ്ങനെ അതിനെ എതിർക്കും? അല്ല, ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവർക്ക് ഇവര് ടാക്സ് പിരിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല സംവിധാനമാണ് സെമിന്ദാരി സിസ്റ്റവും റൈത്തുവാരി സിസ്റ്റവും എന്നൊക്കെ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സാമന്ത രാജാക്കന്മാര് അവിടുന്ന് ടാക്സ് പിരിച്ചു കൊടുക്കുന്ന യുക്തിയേ ഉള്ളൂ. അവര് നേരിട്ട് ഭരിക്കുന്ന സ്ഥലത്ത് അവർ ഈ പറയുന്ന കോടതിയും കാര്യങ്ങളും അതാണ് അവർക്ക് അറിയാവുന്നത്. അത് മാത്രമാണ്. അല്ലാതെ അവര് ഈ ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടി ജനാധിപത്യം ഒന്നും കൊണ്ടുവരാൻ അവര് അതുകൊണ്ടാണ് രാഷ്ട്രീയമില്ലാത്ത സ്കൂൾ അവർ ആരംഭിച്ചത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം പാടില്ല, ഉദ്യോഗസ്ഥരെ മതി, ഗോസന്മാരെ മതി, അധ്യാപകരെ മതി, ക്ലർക്കന്മാരെ മതി എന്ന് പറയുന്നവരെ മാത്രമുള്ള വിദ്യാഭ്യാസമാണ് അവരുണ്ടാക്കിയത്. അതാണ് നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഒക്കെ നവീകരിക്കാൻ നമുക്ക് ഈ 70 വർഷം കൊണ്ട് കഴിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ തുടർച്ചയാണ് BJP. അതുകൊണ്ടാണ് ചരിത്രം മുഗളന്മാര് നിൽക്കുന്നത്. ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയെ മുസ്ലിങ്ങളെന്നും എന്താണ് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ തിരിച്ച് പാകിസ്ഥാനും ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അവർ സ്വാതന്ത്ര്യ സമരം തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് നിന്നില്ല എന്നുള്ളതാണ് അവർക്ക് അവിടുന്ന് വിട്ടുപോകേണ്ടി വന്നത്. അത് ഇവിടുത്തെ ഇന്ത്യയിലെ സമരം മാത്രമല്ല, ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുകയൊക്കെ ചെയ്ത് അവിടുത്തെ തോൽവിയും സാധനവും അതിനകത്ത് അവർ ബലമില്ലാത്തവരായി മാറുകയൊക്കെ ചെയ്തു എന്നുള്ളത് വലിയ വേറൊരു ചരിത്രത്തിനകത്ത് അവർ ദുർബലപ്പെട്ടു പോവുകയും അതിന് പകരം ബലമുള്ളവരായിട്ട് അവരെ റീപ്ലേസ് ചെയ്തത് അമേരിക്കയായിട്ട് വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അത് വേറൊരു ഹിസ്റ്ററിയാണ്. അത് ഇതിന്റെ മുകളിലൂടെ വന്നതാണ്. ഈ ആളുകളുടെ സഹകരണമില്ലാതെ ഒരു രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് മാത്രമാണ് ആകെ സംഭവിച്ചത്. അവരെ വെടിവെച്ച് കൊണ്ട് ഭരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് വിട്ടുപോകാൻ നിർബന്ധിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് യുദ്ധം കഴിഞ്ഞപ്പോൾ, 2ാം ലോകമായി കഴിഞ്ഞപ്പോൾ അവര് മാറിപ്പോയി. അവരങ്ങനെ ബലമില്ലാത്തവരെന്നാൽ യുദ്ധത്തിൽ ജയിച്ചും തോറ്റുപോയ എന്നാൽ എല്ലാവരും നാശപ്പെട്ടു പോയവരായി മാറിപ്പോയത് കൊണ്ടാണ് അന്ന് അതൊക്കെ സംഭവിച്ചത്. അങ്ങനെ ലോകവ്യാപകമായി എല്ലാ കൊളോണിയൽ ഭരണവും ഇല്ലാതായി പോയി. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ പ്രോസസ്സിനകത്തുണ്ടായ ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനകത്ത് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്ന ജനാധിപത്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നത് ഇവിടുത്തെ അധസ്ഥിത വിഭാഗത്തിന്റെ സമരത്തിനകത്തൂടാണ്. അല്ലാതെ അവിടുത്തെ മേൽത്തട്ടിലായിട്ടിരുന്ന ജനതയല്ല. അവർക്ക് അന്ന് ജയിക്കാൻ കഴിയാതിരുന്നത് ഈ അംബേദ്കറെ പോലെ ഭരണഘടന ഉണ്ടാക്കുന്ന ആളിന്റെ വാദത്തിനെ ഖണ്ഡിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണെന്ന് ആ ഭരണഘടന ഉണ്ടായത്. ആ ഭരണഘടന പക്ഷെ സാക്ഷാത്കരിച്ച് വികസിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ തുടർച്ച BJP-ക്കാരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ അവരിൽ അറിയാതെ വീണ്ടും അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. ഇവരിങ്ങനെ കാണിക്കാമോ എന്ന് ചോദിച്ച BJP-ക്കാരെ പോലെ പെരുമാറുമ്പോൾ നമ്മൾ എന്തിനാണ് അത്ഭുതം കൂറേണ്ട ആവശ്യം? അങ്ങനെയില്ല. ഇത്രയാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനകത്ത് കിടന്ന് ചകയണ്ട.
ഈ ഓരോ പ്രവൃത്തിക്കകത്ത് ന്യായ അന്യായങ്ങൾ ചകയുക എന്ന് പറയുന്ന യുക്തിയെ ആവശ്യമില്ല. അവരെ തോൽപ്പിക്കുക, അവരെ പുറത്തു നിർത്തുക എന്ന് പറയുന്ന ഒരൊറ്റ സാധനമാണ്. അതിന് കഴിയാതെ പോയാൽ തുടരരുത്, രാജ്യമായി തുടർന്നുകൂടാ. കാര്യമുണ്ട് അവര് അത് ബലം ആർജിച്ച് വന്നാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ കേജ്രിവാളിന്റെ അനുഭവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അവര് ആ കേജ്രിവാളിനെ പിടിക്കുന്നത് അതിനകത്ത് ഏറ്റവും ദുർബല കണ്ണിയാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. അത് സ്റ്റേറ്റ് പോലും അല്ല. കാരണം ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കുന്നതാണ്, അവിടുത്തെ പട്ടാളം അവരുടെ കയ്യിലാണ്, അവിടുത്തെ പോലീസ് അവരുടെ കയ്യിലാണ്. ഇത് ഇത്രയും വെറുതെ അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ ഡൽഹിയിലുള്ളത്. അവിടുത്തെ ജനങ്ങൾ പക്ഷെ ഭയങ്കരമായിട്ട് മുഴുവൻ പേരും വോട്ട് കൊടുത്തിട്ട് വലിയ ഭൂരിപക്ഷത്തോടെ അവർ ജയിക്കുന്നത്. ആ ജയിക്കുന്ന കാരണം കൊണ്ട് ആ ജനതയെ കൈകാര്യം ചെയ്താൽ ബാക്കിയുള്ളവർക്ക് മുഴുവനും ശ്രദ്ധിക്കണം എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്നതാണ്. ദുർബലപ്പെട്ട് നിന്നിരുന്ന കശ്മീരിനെതിരായിട്ട് നിന്ന് ചെയ്ത് അതിനെ സ്റ്റേറ്റ് ഹുഡ് അല്ലാതാക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാതിരുന്ന അനുഭവിക്കുന്ന അതേ കാരണം പോലെ തന്നെയാണ് ഈ ഡൽഹി പിടിക്കുന്നത്. തെറ്റായിട്ട് ധരിക്കരുത്. അത് അവരുടെ പരീക്ഷണ സ്ഥലമാണ്. അവർ ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനാധിപത്യം ഇനി പ്രതീക്ഷിക്കരുത്, അവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത്. അവർക്ക് തിരിച്ചടിയല്ല അതൊക്കെ, അവരുടെ പരീക്ഷണശാലയാണത്. ഇന്ത്യയിലെ ജനത എത്രത്തോളം സമരം ചെയ്യും എന്ന് കണ്ടെത്തുന്ന സാധനമാണ്. അവര് ഓരോന്നായിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെ ഇലക്ഷന് ഇനി അറിയാവുന്ന സകല മാനിപ്പുലേഷൻ. ഈ EVM എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടെ. EVM ഞാൻ അത് ഉപയോഗിക്കേണ്ട നിലപാടേ ഞാൻ എടുക്കത്തുള്ളൂ. സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കേണ്ട ആളല്ലയോ ഞാൻ. പക്ഷെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വികസിത രാജ്യങ്ങളും അതിനെ റിജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണത്. എന്തുകൊണ്ടാണ് ജപ്പാൻകാർ ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ മറ്റു രാജ്യങ്ങളിനകത്ത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ തെളിവ്. അപ്പൊ അതുകൊണ്ട് ജനാധിപത്യത്തിനകത്ത് വിശ്വാസമുള്ളവര് EVM വെച്ചുകൊണ്ട് ഒരു ചർച്ചയില്ല. അത് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അവര് ഈ അപ്പകഷ്ണം പോലെ അവിടെ എവിടെയും കുറച്ച് സീറ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഇനി ജയിച്ചാല് അവരെ വിലക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളിടത്താണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ മണം അടിക്കുന്ന പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടൊന്നും നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഇന്ത്യയിലെ 10 വർഷം മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമരങ്ങളോ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യവും ഇനി സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. അതിനി സാധ്യമല്ല എന്ന് നമ്മൾ അറിയുക എന്നുള്ളതല്ലാതെ വേറെ വഴി. ഞാൻ ഈ ചർച്ച ഇന്ത്യൻ യൂണിയൻ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ പഴയതുപോലെ ഭരിക്കാൻ ഇനി ഒക്കത്തില്ല. ഇനി ഇന്ത്യ മുന്നണിയാണ് ജയിക്കുന്നതെന്ന് വെച്ചോ, ഭരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയാം. ഇനി തുടരാനൊക്കത്തില്ല. ആ രാജ്യം കടന്ന് എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞതുപോലെ കഴിയേണ്ട ഒരിടമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഇനി അതിനകത്ത് അങ്ങനെ പ്രതീക്ഷ വയ്ക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു സൗത്ത് ഇന്ത്യൻ കോയലേഷൻ ഉണ്ടാക്കി. സൗത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നവരെല്ലാം ജനാധിപത്യവാദികളാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടൊന്നുമല്ല, താരതമ്യേനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് താരതമ്യേനെ മെച്ചപ്പെട്ട ഒരു കോയലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് നമ്മൾക്ക് പരിശോധിക്കേണ്ട സ്ഥലങ്ങൾ. ചുരുങ്ങിയ പക്ഷം തമിഴ്നാടും കേരളവും കൂടെങ്കിലും ഒന്നിച്ച് നിൽക്കണോ? അങ്ങനെ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്നത് ഞങ്ങൾ യൂണിയനകത്തില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന തരത്തിൽ അഖണ്ഡ ഭാരതം ഉണ്ടാക്കാനാണ് പോകുന്നത്. ഏക ഭരണമാണ്, 1 നേഷൻ 1 എലക്ഷൻ, 1 നേഷൻ 1 പെൻഷൻ എന്നൊക്കെ പറയുന്ന ഈ 1 പറഞ്ഞിട്ടാണ് നിങ്ങൾ മുന്നേറുന്നതെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറുന്ന ഒരു വിഭാഗം ഉണ്ടാകേണ്ടതാണ്. ലോക ചരിത്രത്തിനകത്ത് ഞാൻ പറഞ്ഞ സോവിയറ്റ് യൂണിയനെ പോലെ വളരെ വലിയ ഒരു രാഷ്ട്രമല്ലായിരുന്നു. അതെങ്ങനെയാണ് ഇല്ലാതായി പോയത്? എന്ത് പുതിയതായി ഭയങ്കര ഭീകരമായി എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സമയത്ത് യുദ്ധം ഉണ്ടായിട്ടില്ല. അമേരിക്കക്കാരൻ വന്ന് ഉക്രൈനിൽ വന്ന് ആറ്റം ബോംബ് വെക്കാൻ തുടങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ യുദ്ധം ഉണ്ടായെന്നുള്ളതാണ്. അല്ലാതെ പുട്ടിന്റെ മാത്രം പ്രശ്നമായിട്ടൊന്നും ഞാനതിനെ എടുക്കത്തൊന്നുമില്ല. നാറ്റോ എന്ന് പറയുന്നത് ആന ഒമർ എന്തിനാ ഉണ്ടാക്കിയെന്ന് പറയേണ്ടതുണ്ട്. ഈ ന്യായങ്ങളും കൂടെ ഒക്കെ കേട്ടിട്ട് വേണം നമ്മൾ അതൊക്കെ പറയാൻ.
അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള വികാസത്തിന് വേണ്ടി നമ്മൾ പണ്ട് നേരത്തെ സംസാരിച്ചിരുന്ന താനും ഞാനും കൂടെ തന്നെ ഓരോ മേഖലയ്ക്കകത്ത് പലതിലും ഞാൻ പറഞ്ഞിരുന്ന ഒന്നും തന്നെ നമുക്ക് ഇനി പറയാനൊക്കത്തില്ലെന്നാണ്. വിദ്യാഭ്യാസം നവീകരിക്കുന്നതിനെ പറ്റി ഞാൻ എന്താ ഇനി സംസാരിക്കാൻ പറ്റുമോ? അവര് രാമായണ മഹാഭാരതം പഠിപ്പിക്കുന്നിടത്തും പീരിയോഡിക് ടേബിൾ എടുത്ത് കളഞ്ഞിട്ടും എവല്യൂഷൻ എടുത്ത് കളഞ്ഞിട്ടും നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ വിദ്യാഭ്യാസ നവീകരണത്തിന് പറ്റി ഞാനെന്താ പറയുന്നത്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വായിച്ച് നിങ്ങൾ അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞ് ഇവിടുത്തെ യുക്തിവാദികളൊക്കെ ചർച്ച ചെയ്യുന്ന കേൾക്കുമ്പോൾ നമുക്ക് തമാശ. അവന് രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ കള്ള രാഷ്ട്രീയമുള്ളവന്മാര് രണ്ടെന്നുള്ള അല്ലാതെ എന്ത് നിലപാടാണ് അതിനകത്ത് എടുക്കുന്നത്? അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ജനാധിപത്യത്തിന് വേണ്ടി ആദിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയെ പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വീട് ജനാധിപത്യവൽക്കരിക്കുന്നത്, ഒരു ഗ്രാമം ജനാധിപത്യവൽക്കരിക്കുന്നത്, പഞ്ചായത്ത് എങ്ങനെ വികസിപ്പിക്കുന്നത് എന്ന് പറയുന്ന ചർച്ചയ്ക്കകത്ത് ഇനി നമ്മളെങ്ങനെ പോകുന്നത്? അങ്ങനെ പോക്കിനി സാധ്യമല്ല. അത് കഴിഞ്ഞ്. അതുകൊണ്ടാണ് മാറി നിന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നത്. അത്രേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നിന്ന് പറ്റത്തില്ല. ഇന്ത്യൻ യൂണിയൻ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ പാടുപെട്ടുണ്ടാക്കിയ പെരകളാണ്, നമ്മൾ പാടുപെട്ടുണ്ടാക്കിയ കൃഷിയും സാധനങ്ങളുമാണ്. അതൊന്നും ഇല്ലാതാക്കുന്ന ഒരു സിവിൽ വാറിൽ ചെന്ന് പെടരുത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പുതിയതായി ഞെട്ടാനൊന്നും ഞാനില്ല. ഇയാൾ അതിങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് ഞെട്ടുന്നില്ലയോ എന്ന് ചോദിക്കാം. ഞാൻ ഞെട്ടുന്നില്ല. അല്ല, എന്താണ് ഇങ്ങേര് പറയുന്നല്ലോ, കർമ്മഫലമാണ് എന്ന് അന്നാകാസേര ഇങ്ങേരെടുത്ത് പറയുന്നത് പോലെ പറയാനൊന്നും ഞാനില്ല. ഇന്ത്യൻ യൂണിയൻ നടക്കത്തില്ലെങ്കിൽ മാറണം. സൗത്ത് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കണം. ആ യൂണിയൻ ഫെഡറൽ സ്റ്റേറ്റുകളായിട്ട് അവിടെ ജനാധിപത്യത്തിനെ പറ്റി ഇയാൾ ചോദിച്ചാൽ ഞാൻ